Movie character resemblance. Anjana as Sarah. അഞ്ജനയുടെ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് നോട്ട്ബുക്കിലെ സാറയുടെ പോലെയാണ്. നോട്ട്ബുക്ക് എപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നും സാറയിൽ എവിടെയൊക്കെ അഞ്ജനയും അഞ്ജനയിൽ എവിടെയൊക്കെ സാറ ഉള്ള പോലെ. കാരണം എന്ത് പ്രശ്നത്തിനും കൂടെ ഉണ്ടാവും, ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും, എന്തും നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ് അഞ്ജന. Anjana as Matachi. അഞ്ജനയുടെ ക്യാരക്ടർ എനിക്ക് നമ്മുടെ ജൂണിലെ മുട്ടച്ചിയുടെ ക്യാരക്ടറായിട്ട് കുറച്ച് സിമിലായിട്ട് തോന്നിയിട്ടുള്ളത്. ആള് ഏകദേശം മുട്ടച്ചിനെ പോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ജൂണിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവിടെ മുട്ടച്ചിണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് അഞ്ജന. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അഞ്ജനയുടെ ഉണ്ടാവും. അത് നമ്മളെ പെട്ട ഡിസ്റ്റൻസ് ആണെങ്കിലും അഞ്ജനയുടെ ഉണ്ടാവും. Ashwathi as Sasama. അശ്വതിയുടെ ആയിട്ട് എനിക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ചോക്ലേറ്റ് മൂവിയിലെ അന്നമ്മയായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. എന്ത് പറയാനും ആള് നമ്മുടെ സപ്പോർട്ടീവ് ആയിരിക്കും. എന്ത് കാര്യത്തിലും എന്ത് തല്ലിപ്പൊളിത്തരം കാണിക്കാനാണ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആൾക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അത് എങ്ങനെയും സോൾവ് ആക്കാൻ ആൾക്കാർ മൈൻഡല്ല, ഒഴിവാക്കിയിട്ട് വേറെ കാര്യത്തിലേക്ക് പോവുക. അങ്ങനെയാണ് ആളെപ്പോഴും. Ashwathi as Vijayan. അശ്വതിയുടെ ക്യാരക്ടർ എനിക്ക് നാടോടിക്കാറ്റിലെ വിജയന്റെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനാണ് ദാസ് എന്ന് വെച്ചാൽ അശ്വതി ആയിരിക്കും വിജയൻ. നമ്മളെല്ലാ പരിപാടിയും ഒരുമിച്ചാണ് ചെയ്യുക. അതുപോലെ പൂജാനും നമ്മൾ ഒരുമിച്ചുണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് അവിടെ. ഇപ്പം ഞാൻ വിജയാന്ന് വിളിച്ച് എന്താണ് ദാസാന്ന് ചോദിക്കാൻ തല അവിടെ ഉണ്ടാവും. അതാണ്. Anjali as Amel Davis. അഞ്ജലിയുടെ ക്യാരക്ടർ വെച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിൻ അമൽ ഡേവിസ് എങ്ങനെയാണോ അതാണ് എനിക്ക് അഞ്ചി. നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ ഒരു അമൽ ഡേവിസ് നമുക്ക് വേണമെന്ന്. അതാണ് എന്തിനാച്ചാലും എന്ത് തല്ലി വിളിത്തരത്തിനാച്ചാലും നല്ലതിനാച്ചാലും ഒക്കെ ഇതിനും അഞ്ചു കൂടെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ അങ്ങനെ അമൽ ഡേവിസ് അത്യാവശ്യമാണ്. Anjali as Naina. അഞ്ജലിയുടെ കേസിലേക്ക് പോകുമ്പോൾ എനിക്ക് കൂടുതൽ റിസംബ്ലൻസ് തോന്നിയിട്ടുള്ളത് യേജവാനി സിനിമയിലെ ദീപിക പക്കോന്റെ ക്യാരക്ടറായിട്ടാണ്. ആൾ നല്ലൊരു ലിസണറാണ്. നമുക്ക് എന്തോ ആളടുത്ത് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് 101% നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ആൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അഞ്ജലിയുടെ.